വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനു മുന്നേ ഇന്നലെ നടത്തിയ ഒരു അനാലിസിസിന്റെ റിസൾട്ട് ആണ് ഇന്നലെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടാർഗറ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ടാർഗറ്റുകൾ. അതിൽ ആദ്യത്തെ ടാർഗറ്റ് ആയിരുന്നു ഈ റെസിസ്റ്റൻസ്, അതിന്റെ തൊട്ട് മുകളിലുള്ള ടാർഗറ്റ് ആയിരുന്നു ഈ കാണുന്നത്, മൂന്നാമത്തെ ആയിരുന്നു ഈ ലെവല്. ഇവിടേക്കൊക്കെ എത്തിയിട്ടുണ്ട്. നാലാമത്തെ ലെവലാണ് ഈ ലെവലിലേക്ക് പറഞ്ഞിരുന്നത്, ഏറ്റവും ടോപ്പിലുള്ള പറഞ്ഞത്. അവിടേക്ക് എത്തിയിട്ടില്ല. ബാക്കി 3 ടാർഗറ്റ് ഇന്നലെ കിട്ടിയിട്ടുണ്ട്. എനിവേ, ഇനി നമുക്ക് ഇന്നത്തെ അനാലിസിസ് ഒന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടിലോട്ട് പോവാം. വൺ ഡേ ചാർട്ടിലോട്ട് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് റെസിസ്റ്റൻസ് ഏരിയയിലാണ് നിൽക്കുന്നത്. ഈ ഒരു ലെവലിൽ നോക്കിയാൽ കാണാം, അത്യാവശ്യം മോശമില്ലാത്ത റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. ആ ഒരു ലെവലിലേക്കാണ് മാർക്കറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ ഒരു ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. 63.251, അതുപോലെ 64.926 ആണ് ആ ലെവല്. അതിന്റെ തൊട്ട് മുകളിൽ ഒരു FEG കാണുന്നുണ്ട്. FEG മാത്രമല്ല, അതൊരു റെസിസ്റ്റൻസും കൂടിയാണ്. നോക്കിയാൽ കാണാം, ഈ ലെവല് FEG മാത്രമല്ല, റെസിസ്റ്റൻസും കൂടിയാണ്. അപ്പോൾ അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് 66.022, അതുപോലെ 65.168 ആണ്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു സപ്പോർട്ട് ഏരിയ ആവാനുള്ള ഒരു സാധ്യത ഉള്ളത് ഈ ഒരു ഏരിയ ആണ്. ആ ഒരു ഏരിയ ഒരു അത്യാവശ്യം മോശമില്ലാത്തൊരു സപ്പോർട്ട് ഏരിയ ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് 61.096, അതുപോലെ 62.016 ആണ്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. 1 അവറിലേക്ക് വരുന്ന സമയത്ത് തന്നെ നോക്കിയാൽ കാണാം, മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും നമുക്കത് വെയിറ്റ് ചെയ്യാം. അതിനു മുന്നേ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യാം. 1 അവറിൽ നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു ട്രെൻഡ് ലൈൻ ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട്. ഇന്നലെയും വരച്ചിട്ടുണ്ടായിരുന്നു ട്രെൻഡ് ലൈൻ, പക്ഷേ ആ ട്രെൻഡ് ലൈനിലേക്ക് ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഒരു ട്രെൻഡ് ലൈൻ കൃത്യമായിട്ട് പോയിട്ടുണ്ട്. ഒരു പക്ഷേ ട്രെൻഡ് ലൈനിലേക്ക് റീടെസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയയിൽ നിന്നിട്ട് മാർക്കറ്റ് വന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ വരുന്ന ഒരു ചെറിയ ട്രെൻഡ് ലൈനിലേക്കൊക്കെ റീടെസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. അതിനു മുന്നേ 1 അവറിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യാം. നോക്കുന്ന സമയത്ത് ഇതൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. നമ്മൾ നേരത്തെ വൺ ഡേയിൽ മാർക്ക് ചെയ്തത്, അതുപോലെ തന്നെ വൺ ഡേയിൽ മാർക്ക് ചെയ്ത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. ഇതെല്ലാം 1 അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അഡീഷണൽ ആയിട്ടൊന്നും മാർക്ക് ചെയ്യുന്നില്ല. പക്ഷെ മറ്റൊരു കാര്യം ഇവിടെ ഉണ്ട് 1 അവറിൽ മാർക്ക് ചെയ്യാനുള്ളത്. നോക്കിയാൽ കാണാം, ഇവിടെ റെസിസ്റ്റൻസ് എടുത്ത ഒരു ഏരിയ ആണ് കാണുന്നത്. ആ റെസിസ്റ്റൻസ് എടുത്ത ഏരിയയിലേക്ക് മാർക്കറ്റ് ഇപ്പൊ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്രോച്ച് ചെയ്ത് അതിന്റെ താഴോട്ടേക്കാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി സാധ്യതയൊക്കെ ഉണ്ട്. എനിവേ, നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് അത് നോക്കാം. അപ്പോൾ 1 അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയുടെ താഴെയാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ നിന്ന് ഡയറക്റ്റ് എൻട്രി നമുക്ക് എടുക്കാൻ കഴിയില്ല. ഇനി 50 മിനിറ്റ്സിൽ 1-2 കീ ഏരിയാസ് ഉണ്ട് നിയറസ്റ്റ് ആയിട്ടുള്ള. ആദ്യത്തെ കീ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഈ ലെവൽ നോക്കിയാൽ കാണാം, ഇവിടേക്ക് മാർക്കറ്റ് ഈ ഒരു ലെവലിനെ ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ടായിരുന്നു, തന്നിട്ട് റീടെസ്റ്റ് തന്നതാണ്. അപ്പൊ ഈ ലെവലിനൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. മാത്രമല്ല അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. ഇന്നലെയും നമ്മൾ ഈ ഒരു ലെവലിനെ മാർക്ക് ചെയ്ത് വെച്ചായിരുന്നു, ഇതൊരു ടാർഗറ്റ് ആയിരുന്നു നമ്മളുടെ. അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 62.489, അതുപോലെ 62.186 ആണ്. ഇനി നമുക്കൊരു 50 മിനിറ്റ്സിന്റെ എൻട്രി സാധ്യതകളൊന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഇവിടെ ഒരു FEG ഉണ്ട്. ആ ഒരു FEGയിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഈ FEGയിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ഒരു റീടെസ്റ്റ് കിട്ടുകയാണ്, അതായത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട്. അതായത് ഇവിടെ വന്നതിന് ശേഷം ഈ ലെവലിലേക്ക് വന്ന് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു സപ്ലൈ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സപ്ലൈ ലെവലിൽ വന്നതിന് ശേഷം നല്ലൊരു ക്യാൻഡിൽ താഴോട്ടേക്ക് വീഴണം, അല്ലാതെ ഒരു വീക്ക് ക്യാൻഡിൽ ആവരുത്. നല്ലൊരു ക്യാൻഡിൽ താഴോട്ടേക്ക് വീണ് കഴിഞ്ഞാൽ വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ഈ ഒരു ലെവലിലേക്ക് എത്താം. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെവലിലേക്ക് എത്താം. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല സപ്പോർട്ടായ ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഹൈ ടൈം ഫ്രെയിമിന്റെ സപ്പോർട്ടിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം
ഇവിടെ ഒരു ട്രെൻഡ് ലൈനും കൂടി ഉണ്ട്. അപ്പൊ ഇവിടെ ഈ ഒരു ഏരിയയിലേക്കൊക്കെ വന്നിട്ട് നല്ലൊരു കൺഫർമേഷൻ എടുക്കുകയാണ്, ചെറിയ ടൈം ഫ്രെയിമിലേക്കൊക്കെ കൺഫർമേഷൻ എടുക്കുകയാണ്, വലിയൊരു എൻട്രി സാധ്യത കാണുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 50 മിനിറ്റ്സിന്റെ ഒരു ട്രെൻഡ് ലൈനും കൂടിയും പോകുന്നുണ്ട്. ഇവിടുന്ന് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ആ ഒരു ട്രെൻഡ് ലൈൻ ഒരുപക്ഷെ ഈ ഒരു ലെവലിലേക്കും കൂടിയിട്ട് കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. ഈ കീ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ട്രെൻഡ് ലൈനിൽ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിലും നമുക്കൊരു ബൈ എൻട്രി നോക്കാവുന്നതാണ്. അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബൈ എൻട്രി എന്ന് പറയുന്ന ഏറെക്കുറെ ഈ ലെവലിലേക്കാണ് വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലെവൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതിന്റെ മുകളിൽ നല്ലൊരു FEG ഉണ്ട്. FEGയിലേക്ക് മാർക്കറ്റ് ഒരുപക്ഷെ മാർച്ച് ചെയ്യാൻ അല്ലെങ്കിൽ അവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ സ്ട്രൈറ്റ് ആയിട്ട് എത്തണമെന്നില്ല, ഫുൾ ബാക്കുകൾ കൃത്യമായിട്ട് എടുത്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു FEG ഇവിടെ കാണുന്നുണ്ട്. ഇതും ചെറുത് എന്ന് പറയാൻ കഴിയില്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സപ്ലൈ നടന്ന ഒരു ഏരിയയിലുള്ള ഒരു FEG ആണ്. അതുപോലെ തന്നെ റീടെസ്റ്റ് വരാത്ത ഏരിയയും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു FEG ഒരുപക്ഷെ വളരെ സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രൈസും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. നമുക്ക് അത് 64.030, അതുപോലെ തന്നെ 63.835 ആണ്. അപ്പൊ ആ ഒരു ലെവലിന്റെ പ്രൈസ് റേഞ്ചും കൂടി നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എത്തിയതിനു ശേഷം വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടോ അല്ലെങ്കിൽ ഏരിയ സപ്പോർട്ടോ മറ്റോ എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനോ അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും താഴോട്ട് വരാനോ സാധ്യതയുണ്ട്. അപ്പൊ ആ ഏരിയാസിലൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള കൺഫർമേഷൻ എടുത്തിട്ടൊക്കെ നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു ലെവല് ഇപ്പൊ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് നല്ലൊരു കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നല്ലൊരു കീ ലെവലാണ്, ഒരു നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഉണ്ടായിരിക്കുന്ന ഒരു കീ ലെവലാണ്. അപ്പൊ ഇവിടെ നിന്ന് ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങാതെ തന്നെ ഒരുപക്ഷെ മുകളിലേക്ക് പോകാം. പക്ഷെ നല്ലൊരു കൺഫർമേഷൻ വേണം. ചെറിയ ടൈം ഫ്രെയിമിൽ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പോവാം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.